നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ചുവരുന്ന വൈബ് ഫോർ വെൽനസ് എന്ന ഹെൽത്ത് ക്യാമ്പയിന്റെ കുന്നംകുളം മണ്ഡലാടിസ്ഥാനത്തിലുള്ള പൊതുയോഗം നടത്തി. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സൗമ്യ അല്ലൻ അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ആഹാരത്തിന്റെയും വ്യായാമത്തിന്റെയും ഒപ്പം തന്നെ മാനസിക ആരോഗ്യത്തിന് തുല്യ പ്രാധാന്യമുണ്ട് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുന്നംകുളം നിയോജകമണ്ഡലം MLA AC മൊയ്തീൻ പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് CG രഘുനാഥ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, CDPO ജയശ്രീ, CDS ചെയർപേഴ്സൺ ഷിബിത എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കൺവീനർ ഡോക്ടർ മിതു കെ തമ്പി സ്വാഗതവും ഡോക്ടർ ബിനി VV പദ്ധതി വിശദീകരണവും നടത്തി. ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ നിഖിൽ ജോസ് നന്ദി പറഞ്ഞു. തുടർന്ന് കുന്നംകുളം നിയോജകമണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ വെച്ച് നടത്തിയ ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം, യോഗ ഡാൻസ് കോമ്പറ്റീഷൻ, ഡിബേറ്റ് കോമ്പറ്റീഷൻ എന്നിവയിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടന്നു. പൊതുയോഗത്തിൽ നടത്തിയ യോഗ ഡാൻസ് അവതരണവും സൂംബ ഡാൻസ് അവതരണവും ബോധവൽക്കരണ ക്ലാസും കുന്നംകുളം ICDS പ്രവർത്തകരുടെ ഹെൽത്ത് ഫുഡ് എക്സ്പോയും ആയുർവേദ ഹോമിയോ വകുപ്പുകളുടെ ബോധവൽക്കരണ ക്ലാസും എത്തിച്ചേർന്നവർക്ക് വേറിട്ട അനുഭവമായി. പങ്കെടുത്തവർക്കെല്ലാം ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു. ഗുരുവായൂരിൽ വർണ്ണവസന്തമൊരുക്കി പുഷ്പോത്സവം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിലാണ് 10 ദിവസങ്ങളിലായി പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ ആരംഭിച്ച പുഷ്പോത്സവം NK അക്ബർ MLAയും ഇതോടനുബന്ധിച്ച് നടക്കുന്ന നിശാഗന്ധി സർഗോത്സവം നടൻ TG രവിയും ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V അനൂപ്, ഷാനി റെജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ, കൗൺസിലർമാരായ ശോഭാ ഹരിനാരായണൻ, ബഷീർ പൂക്കോട്, നഗരസഭ മുൻ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പഫല സസ്യ പ്രദർശനം, സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് എന്നിവയും വിവിധ കലാപരിപാടികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രോത്സവ സമാപന ദിവസമായ ഈ മാസം 10-ന് സമാപിക്കും. പ്രമുഖ അഭിഭാഷകനും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് ബാബു ചുങ്കത്തിന്റെ മുൻപേ കടന്നുപോകുന്നവർ, ദി മോങ്ക് എന്നീ കഥാസമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു. കുന്നംകുളം CV ഹാളിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA പുസ്തക പ്രകാശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, സാഹിത്യകാരൻ ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. കുന്നംകുളം റീഡേഴ്സ് ഫോറം ഭാരവാഹി PS ഷാനു, ബദനി കോളേജ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. VC ഗീവർഗീസ് മാസ്റ്റർ, ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് CK അപ്പുമോൻ, മുൻ ഗവർണർ ജോസഫ് ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തന്റെ സാഹിത്യയാത്രയെക്കുറിച്ചും പുതിയ കൃതികളെക്കുറിച്ചും അഡ്വക്കേറ്റ് ബാബു ചുങ്കത്ത് മറുപടി പ്രസംഗം നടത്തി. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വായനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. അവതാരികയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവതലങ്ങളെ ബാബു വക്കീൽ അദ്ദേഹം ഒരു ദിവസം കാണുന്ന നിത്യജീവിതത്തിൻ്റെ ഭാഗമായും അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാം സ്പർശിച്ചു പോകുന്ന ജീവിതാനുഭവങ്ങളുമായി അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളുമെല്ലാം, വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറഞ്ഞു, ചുറ്റുപാടും ബന്ധപ്പെടുന്നവരുമായൊക്കെയുള്ള വിഷയങ്ങളാണ് മുമ്പേ കടന്നു പോകുന്നവർ എന്നുള്ളതിൽ ഈ 17 കഥകളുടെ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുന്നംകുളം ഒരുപാട് പ്രതിഭകളുടെ നാടാണ്. അച്ചടിയുടെ, പുസ്തക പ്രകാശനത്തിൻ്റെ, കഥകളിയുടെ, ഒരുപാട് എഴുത്തുകാരുടെ, ചരിത്രകാരന്മാരുടെ ഒക്കെ. ചാലിശ്ശേരി മുലയമ്പറമ്പത്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പൂരത്തലേന്ന് നടന്ന നടപ്പുരമേളം ഗ്രാമത്തിന്റെ മുഴുവൻ താളം ഉണർത്തി. ശനിയാഴ്ച രാത്രി നടപ്പുരയിൽ അരങ്ങേറിയ പഞ്ചാരിമേളം ചെണ്ടയുടെ ഉച്ചത്തിലുള്ള നാദത്തിലും ഇളത്താളത്തിന്റെ ലാളിത്യത്തിലും കൊമ്പിന്റെ മുഴക്കത്തിലും പഞ്ചവാദ്യത്തിന്റെ സമന്വയത്തിലും ഒരു ആത്മീയ ആവേശമായി. ദീപങ്ങൾ തെളിഞ്ഞ ക്ഷേത്ര പരിസരത്ത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ കാഴ്ചക്കാരായി. ഓരോ ചുവടിലും താളമിടുന്ന മേള കലാകാരന്മാർ വർഷങ്ങളുടെ അഭ്യാസവും പാരമ്പര്യവും കൈമുതലാക്കി അവതരിപ്പിച്ച കാഴ്ച കാണികളുടെ മനസ്സിൽ വിസ്മയം വിതറി. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിച്ച നടപ്പുരമേളം പൂരത്തലേന്നിന്റെ പ്രത്യേകതയായി മാറി.
ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പതിർ വാണിഭത്തിന് വൻ തിരക്ക്. ശനിയാഴ്ച വൈകിട്ട് മുതൽ മൈതാനത്ത് മലബാറിലെ ഏറ്റവും വലിയ ഏകദിന പൂരവാണിഭത്തിന് ബേപ്പൂർ മുതൽ കൊച്ചി വരെ നീണ്ടുകിടക്കുന്ന കടൽ തൊഴിലാളികളുടെയും ഇടത്തരം മത്സ്യ കച്ചവടക്കാരുടെയും നാടൻ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന്റെ സംഗമവേദിയായി മൈതാനം മാറി. വൈകിട്ട് മുതൽ ക്ഷേത്ര മൈതാനത്തേക്ക് പതിരുവാണിഭത്തിന് കുടുംബമായി ജനങ്ങൾ ഒഴുകിയെത്തി. ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാത്രി 8-ന് നടപ്പുരമേളവുമുണ്ടായി. 3 ജില്ലകളിലുള്ള തട്ടകങ്ങളിൽ ശനിയാഴ്ച വിവിധ ദേശ കമ്മിറ്റികളുടെ ആനച്ചമയ പ്രദർശനങ്ങളും വൈദ്യുതി ദീപാലങ്കാരവും കമാനങ്ങളും മനോഹാരിത പകർന്നു. പൂരപ്രദർശന നഗരിയിലും മൈതാനത്ത് വൻ തിരക്ക് അനുഭവപ്പെട്ടു. പതിരുവാണിഭം ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്നു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ മുന്നോടിയായി ശനിയാഴ്ച രാത്രി തട്ടകങ്ങളിൽ വൈദ്യുതി കമാനങ്ങൾ, ആനച്ചമയ പ്രദർശനം, ബാൻഡ് വാദ്യം എന്നിവ അരങ്ങേറി. ഗ്രാമവീഥികൾ മുഴുവൻ ഒരുക്കിയ ദീപാലങ്കാരങ്ങൾ കണ്ണിനും മനസ്സിനും ഉത്സവാനുഭവം പകർന്നു. കൈപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 കിലോമീറ്റർ ദൂരത്തിൽ ഒരുക്കിയ വൈദ്യുതി അലങ്കാരങ്ങൾ ശ്രദ്ധേയമായി. ഗ്രാമത്തിലെ വിവിധ തട്ടകങ്ങളിൽ ഒരുക്കിയ ആനച്ചമയ പ്രദർശനം ഭക്തജനങ്ങളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി പരിസരത്ത് ബാൻഡ് വാദ്യവും ഒരുക്കി. അടുത്ത വർഷവും വേറിട്ട ദീപാലങ്കാരങ്ങളുമായി എത്തുമെന്ന് കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശശി കരിപ്പാലി പറഞ്ഞു. ഇതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഇത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഇതിനും മേലെ ഞങ്ങൾ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇനിയും കൂടുതലും നമ്മുടെ നാട്ടുകാരെല്ലാം സഹകരണം എനിക്ക് വേണം. ഇപ്പോൾ എന്താണ് കഴിഞ്ഞാൽ കടുത്ത വേനലിൽ പക്ഷികൾക്ക് കുടിവെള്ളമൊരുക്കാൻ പ്രകൃതി സംരക്ഷണ സംഘം നടപ്പിലാക്കുന്ന പറവകൾക്ക് സ്നേഹ തണ്ണീർക്കുടം പദ്ധതിക്ക് കുന്നംകുളത്ത് തുടക്കമായി. ചൊവ്വന്നൂർ കരുണാലയം ആശ്വാസ ഭവനിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ KS സജിത് കുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ശങ്കരനാരായണൻ അഗഴിമന അധ്യക്ഷനായി. ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജൻ കുന്നംകുളം മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് പദ്ധതിയുടെ ബ്രോഷർ കൈമാറി. തൃശൂർ യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അംഗം NM വിഷ്ണു പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. സിസ്റ്റർ എലിസബത്ത്, കരുണാലയത്തിലെ സന്യസ്തർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കിഴൂർ മാമ്പുള്ളി ഭാസ്കരൻ ഭാര്യ കുഞ്ഞുമ്മു നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 2 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. സജിത, ബിനു എന്നിവർ മക്കളാണ്. വടക്കേക്കോട്ടൂൽ കണ്ടത്തുപറമ്പിൽ ഇസ്മായിൽ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകിട്ട് 3-ന് കോട്ടൂൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ആയിഷയാണ് ഭാര്യ. ഷാഹിമോൻ, പരേതയായ ഷബന എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.